ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചക്കയപ്പമാണ്. ചക്കയപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ശർക്കരപ്പാനി, ചക്ക, അരിപ്പൊടി, തേങ്ങ, കുറച്ച് ഏലക്കയും നെയ്യും കൂടെ വേണം. ആദ്യം തന്നെ നമ്മൾ ഈ ചക്കയൊന്ന് അരച്ചെടുക്കാം. എന്താ ഇതേപോലെ അരച്ചെടുക്കുക. ഇതിന് ശേഷം ഈ അരച്ച ചക്കയും അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശർക്കരപ്പാനി ഇതിൽ ഒഴിച്ചൊഴിച്ച് വേണം മിക്സ് ആക്കാനായിട്ട്. ഒരു ഇച്ചിരി വെള്ളം പോലും ഒഴിക്കേണ്ട കാര്യമില്ല. കാര്യം ചക്കയുടെയും ഈ ശർക്കരപ്പാനിയുടെയൊക്കെ നനവിൽ അതങ്ങ് മിക്സ് ആയിക്കോളും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയും ശർക്കരപ്പാനിയും കൂടെ അരച്ചെടുത്തതാണ്. ഇതേപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ അതിലോട്ടൊഴിച്ച് മിക്സ് ആക്കാം. ഇതേപോലെയാണ് നമ്മുടെ മാവിരിക്കുക. ഇനി 2 വാഴയില എടുത്ത് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി നമ്മൾ എടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെച്ചാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വെക്കുകയാണ് ഇത് വേവിക്കാനായിട്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച വാഴയിലയിലോട്ട് ഈ മാവ് വെച്ച് പരത്തി നമുക്ക് വെക്കാം. അപ്പം മാവെല്ലാം വരെ പരത്തി നമ്മൾ ഇഡലി കുട്ടകത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. സാധാരണ നമ്മളിത് വയനയിലയിലാണ് ഉണ്ടാക്കുക. നമുക്കിപ്പോൾ വയനയിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഴയില വെച്ചേക്കുന്നത്. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കയപ്പം വെന്തിരിക്കുകയാണ്. കൊള്ളാം, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം. കൊള്ളാം, സംഭവം കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, അടിപൊളി. നിങ്ങളും കൂടി ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.